ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം, ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മയും കൂടെ കൊടുക്കാനായിട്ട് നാം എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്: പക്ഷപാതം കാണിക്കുന്നത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനുള്ള തീരുമാനം. ഈ ഒരു കാര്യം നമുക്ക് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ മനുഷ്യര് പക്ഷപാതം കാണിക്കുന്ന ആ ഒരു പ്രവണത അത് നമുക്ക് കാണാൻ പറ്റും. അതേക്കുറിച്ച് വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് തന്നെ നമുക്ക് വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ അമ്മത്രേസ്യ, ആവിലായിലെ അമ്മത്രേസ്യ അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവത്തിന് മുമ്പിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. തുടർന്നും അവർ പറയുന്നത്, പാപദോഷത്തിൽ നിന്ന് അകന്നിരിക്കാനും പരിപൂർണമായത് ചെയ്യാനും സർവ പരിശ്രമവും ചെയ്യുക. നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാനും പരിപൂർണമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ. നമ്മൾ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. ശുശ്രൂഷ ചെയ്യുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റണം. ഇതിനുള്ള അവസരങ്ങളൊന്നും നഷ്ടമാക്കരുത്, അത് സന്തോഷപൂർവ്വം ചെയ്യുവിൻ എന്നാണ് വിശുദ്ധ അമ്മത്രേസ്യ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ വചനം ചേർത്ത് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, പക്ഷപാതം പാപമാണ്. അത് വചനം അസന്നിഗ്ധം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോസ്ലിയ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. തലക്കെട്ട് തന്നെ പക്ഷപാതം പാപമാണ് എന്നുള്ള ആ ഒരു മെസ്സേജാണ്. നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ചിലരെ സംബന്ധിച്ചിടത്തോളം വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്ന, നല്ല വേഷവിധാനത്തോടു കൂടി വന്ന ഒരാളെ കാണുമ്പോൾ ഒരു ബഹുമാനം, മുഷിഞ്ഞ ഡ്രസ്സാണെങ്കിൽ ആ ഒരു ബഹുമാനം അവരോട് കാണിച്ചെന്ന് വരില്ല. അങ്ങനെ നിങ്ങൾ വേർതിരിവ് കാണിക്കുന്നു. പാവപ്പെട്ടവനെയും അതുപോലെ തന്നെ സമ്പന്നനെയും വേർതിരിച്ച് കണ്ട് അതനുസരിച്ചുള്ള ഒരു പെരുമാറ്റം നിങ്ങൾ അവരോട് കാണിക്കുന്നു. അത് പക്ഷപാതമാണ്, പാപമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് കാണാൻ സാധിക്കും. ചില വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇനി ഒരാൾ രോഗിയായിരിക്കാം, വേണമെങ്കിൽ നാറുന്ന ഒരവസ്ഥയിലായിരിക്കാം. അവരോടുള്ള സമീപനം, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ ഓടിച്ചെന്നിട്ട് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, ഉമ്മ കൊടുത്തു. അതിനുശേഷം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞൊരു കാര്യമുണ്ട്: ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന അതേ അനുഭവമായിരുന്നു എനിക്ക്, കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ. ഇന്ന് നമ്മളൊക്കെ സൗഹൃദം കൂടാനായിട്ട് ആൾക്കാരെ നോക്കും. ഇനി എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പരിഗണനയിൽ എടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക. ഇവിടെ നമ്മൾ കാണുകയാണ്, കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ ആ കുഷ്ഠരോഗിയെ പോയി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ആ ഒരു രംഗം. അതിന് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവം അത് വളരെ വളരെ വലുതായിരുന്നു. മദർ തെരേസ, ഞങ്ങൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ കോൺവെന്റിലൊക്കെ പോകുമായിരുന്നു. മദർ തെരേസ ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ്. അവിടെ ഒരു ഫോൺ കോൾ വന്നപ്പം 2 സിസ്റ്റേഴ്സ് ഡ്രൈവറേയും കൂട്ടി പോയി. ഒരു വ്യക്തി വഴി കിടന്നൊരു വ്യക്തിയാണ്, അവരെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ നിന്ന് അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ആ വ്യക്തി അങ്ങ് കൊണ്ടുപോയത് അകത്തേക്ക്. നാറുന്ന ഒരവസ്ഥ, അതുപോലെ മുറിവ് പഴുത്ത് നാറുന്ന ഒരവസ്ഥ. അവരാരും മൂക്കുപൊത്തുന്ന ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ മനസ്സ് അങ്ങോട്ട് വല്ലാതെ ഒരു ഛർദ്ദിക്കാനൊക്കെ വരും പോലെ. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റവരോ നാറിക്കിടക്കുന്നവരോ ആണെങ്കിൽ പോലും കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവരെ ശുശ്രൂഷിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് ആ മനുഷ്യനെ ക്ലീൻ ആക്കി, വെൽ ഡ്രസ്ഡ് ആക്കി. അവർ ഏതാനും മണിക്കൂറുകൾ കൊണ്ടായിരിക്കാം കംപ്ലീറ്റ് ആ വ്യക്തിയെ ക്ലീൻ ചെയ്ത് വ്യത്യസ്ത വ്യക്തിയായി മാറിക്കിടക്കുന്നത് ഞങ്ങൾ തന്നെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്കൊരു ദൈവികമായിട്ടുള്ള ഒരു അഭിഷേകം, ദൈവത്തോട് അതുപോലെ ഒരു സ്നേഹം നമുക്കുണ്ടാകണം. എൻ്റെ അനുഭവം എനിക്കറിയാം. ഇവിടെ പല വ്യക്തികൾ ഒരു ദിവസം തന്നെ സഹായ അഭ്യർത്ഥനയായിട്ട് വരും. ചിലർ ശരിക്കും അർഹിക്കുന്നവർ, വേറെ ചിലർ ഒരു എളുപ്പ വഴി. അവർ അധ്വാനിക്കുന്നതിന് പകരം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. വേറെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, തനി ഉടായ്പ. അവർ മറ്റുള്ളവരെ അങ്ങനെ കളിപ്പിച്ച് അവർ സുഖമായിട്ട് ജീവിക്കാൻ നോക്കുന്ന ഒരവസ്ഥ. പക്ഷെ ഞാൻ ചില വ്യക്തികളൊക്കെ വരുമ്പോൾ, ഒരിക്കൽ ഒരാൾ വന്നു, അവർ മുറിക്കകത്ത് കുറച്ച് നേരെ ഉള്ളൂ, 1-2-3 മിനിറ്റ് നിന്ന് കാണും. ഒരു 5 ദിവസം കഴിഞ്ഞിട്ടും ആ മുറിയിൽ നിന്ന് ആ ഒരു കെട്ട മണം അത് മാറിയില്ല.
അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ മുഷിഞ്ഞ ഡ്രസ്സുമായിട്ട് മണക്കുന്ന അവസ്ഥയിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും നോക്കാറില്ല, എന്തെങ്കിലും അവർക്ക് കൊടുത്ത് അവരെ ഒഴിവാക്കാൻ നോക്കും. ഇതാണ് സാധാരണ നമ്മുടെ മാനുഷികമായിട്ടുള്ള പ്രവണതകൾ. നമ്മൾ കാണുന്നത് എന്താ? വെൽ ഡ്രസ്ഡ് ആയിട്ട് യോഗ്യനായ ഒരു വ്യക്തി വന്നാൽ വേണമെങ്കിൽ അവരെ ഇരുത്തി ഇഷ്ടംപോലെ സമയമെടുത്ത് വർത്തമാനം പറയും. പക്ഷെ ഇങ്ങനെയുള്ളവരോട് നമ്മൾ ചിലപ്പോൾ ഒരു അവഗണന, എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കുക എന്നുള്ള ആ ഒരു പ്രവണത കാണിച്ചെന്ന് വരും. അത് മനുഷ്യരുടെ ഒരു പ്രവണത. വിശുദ്ധർ അങ്ങനെയല്ല. വിശുദ്ധരുടെ ഒരു പ്രവണത ഇതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ കൽപ്പനകൾ പാലിച്ചാൽ ഒരുപാട് അനുഗ്രഹമുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്ന ഈ പക്ഷപാതം നമ്മൾ ഒഴിവാക്കുന്നത് കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം. നമുക്കറിയാമല്ലോ, സുപ്രധാന കൽപ്പന ഏതാ? മർക്കോസ് 12:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും. ഇതിനകത്ത് ബാക്കി എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഗലാത്യർ 5:14-15 വചനങ്ങൾ വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് അയൽക്കാരൻ? നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹായം അർഹിക്കുന്ന ഏതൊരു വ്യക്തിയും അയൽക്കാരനായിട്ട് കാണണം. സ്നേഹിക്കാൻ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് നമ്മോടുകൂടെ താമസിക്കുന്നവരാ, ജീവിക്കുന്നവര്, നമ്മുടെ കുടുംബാംഗങ്ങൾ. അവരെ സ്നേഹിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകേണ്ടത്. ഇനി അങ്ങനെ ഒരു കുടുംബാംഗങ്ങളിൽ മാത്രം നമ്മുടെ സ്നേഹം ഒതുങ്ങിപ്പോകരുത്. അയൽവാസി എന്ന് പറഞ്ഞാൽ സഹായം അർഹിക്കുന്ന ഏതൊരു വ്യക്തി. ലൂക്ക 10:25 മുതൽ വായിക്കുമ്പോൾ നല്ല സമറായക്കാരൻ്റെ ഉപമ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? മുറിവേറ്റ വ്യക്തി, ആ വ്യക്തിയുടെ ജാതിയോ മതമോ, അവരെങ്ങനെയാണ് നമ്മളെ ഇങ്ങോട്ട് കണ്ടത്, പെരുമാറിയത് ഒന്നും നോക്കുന്നില്ല. അവനെ എടുത്ത് സത്രത്തിൽ കൊണ്ടാക്കുന്ന ആ സമറായക്കാരനെ നമുക്ക് കാണാൻ പറ്റും. മുറിവേറ്റ ഏത് വ്യക്തിയും, ഏത് ജാതിയാണേലും മതമാണേലും സഹായം അർഹിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ നമുക്ക് അയൽവാസിയാണ്. ഈ രീതിയിലൊക്കെ നന്മ ചെയ്ത മറ്റുള്ളവരെ കണ്ട പല വിശുദ്ധരെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. പല വിശുദ്ധരും ജാതി മത വർണ്ണ ഭേദമന്യേ സഹായം അർഹിക്കുന്നവരെ സഹായിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മാർട്ടിൻ ദി പോറസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: വർണ്ണഭേദമന്യേ സഹായം അർഹിക്കുന്ന അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ഏതൊരു വ്യക്തിയും അങ്ങേയറ്റം ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടെ ശുശ്രൂഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മദർ തെരേസയുടെ കാര്യം നോക്കിയാൽ ജാതിയോ മതമല്ലോ നോക്കിയാണോ, സഹായം അർഹിക്കുന്ന ഏതൊരു വ്യക്തിയും സഹായിക്കാൻ മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ് മദർ. ഈ ഒരു മനോഭാവം കിട്ടാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.